ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും കരാറിലെത്താനുള്ള അവസാന അവസരമാണിതെന്നും മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും സൈനിക നടപടികൾക്കുള്ള പദ്ധതികൾ നിലവിലുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. ഇറാനെ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും പ്രശ്നപരിഹാരത്തിനുള്ള അവസാന അവസരമാണിതെന്നും ട്രംപ് വ്യക്തമാക്കി. സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ തന്നെയാണ് അമേരിക്കയെ സമീപിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. ചർച്ചകളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്നതിനാണ് അമേരിക്കയുടെ ആദ്യ മുൻഗണന. അതിനുശേഷമായിരിക്കും ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ. കടലിടുക്കിൽ കപ്പലുകളിൽ നിന്ന് നികുതി ഈടാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ നേതൃത്വം കപടത കാണിക്കുകയാണെന്നും രഹസ്യമായി ചർച്ചകൾക്ക് അഭ്യർത്ഥിച്ച ശേഷം പരസ്യമായി അത് നിഷേധിക്കുകയാണെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ആരോപിച്ചു. കരാർ അല്ലെങ്കിൽ പൂർണ്ണ കീഴടങ്ങൽ മാത്രമാണ് ഇറാന് മുന്നിലുള്ള വഴിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാൻ രംഗത്തെത്തി. അമേരിക്കയുമായി നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്നും വരും ദിവസങ്ങളിൽ അത്തരം കൂടിക്കാഴ്ചകൾ ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഒമാന്റെ മധ്യസ്ഥതയിൽ മാത്രമാണ് ചർച്ചകൾ നടക്കുന്നതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം.